ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അനിയത്തിമാരൊക്കെ ഉള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരനിയത്തി മോനും രാത്രി വന്നിട്ടുണ്ട്, ശനിയാഴ്ച രാത്രി വന്നിട്ടുണ്ട്. പിന്നെ ഒരു അനിയത്തി മക്കളും പിന്നെ മദ്രസൊക്കെ വിട്ടിട്ട് പകൽ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓല് വരുന്ന ദിവസത്തെ കുറച്ച് ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ ലൈക്ക് കമൻറ്റൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പത്തിരിപ്പൊടി ഞാൻ വാട്ടി വെച്ചപ്പം മോളത് കുഴക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അനിയത്തി വന്നാണ്ട് ഇങ്ങനെ ഉണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കറിയാക്കാണ്, മോള് പരത്തുന്നുണ്ട്. അതിന് പിന്നെ പരത്തുകയാണ് കേട്ടോ, മോളാണ് പരത്തുന്നത്. അനിയത്തി അപ്പം ഞാൻ പിന്നെ കല്ലൊക്കെ വെച്ചാണ്ട് പിന്നെ ഓളെന്നെ ചുടാനൊക്കെ നിന്ന്. അപ്പോൾ അനിയത്തിമാരും ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ, എല്ലാവരും കൂടി നിൽക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ കൂടി നിന്നിട്ട്, ഞാൻ ഗൾഫിൽ പോകുമ്പോൾ എല്ലാവരും വന്നാണ് ഇവിടെ കൂടി നിന്നത്. പിന്നെ എല്ലാവരും കൂടി നിന്നില്ല, ഓരോ ഒഴിവുകേടാണ് എൻ്റെ കാക്കുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ പോക്കും വരവും കല്യാണവും സൽക്കാരങ്ങളും അങ്ങനെയൊക്കെ ആയി ഇങ്ങനെ ഇതായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒക്കെ ആയിട്ട് പിന്നെ കുറേ ആയി നിന്നിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ പിന്നെ വലിയ അന്നത്തെ ഓരോ കാര്യത്തിനൊക്കെ വന്നപ്പോൾ ഒക്കെ നിന്നീനി. ചെറിയ അന്നത്ത് വന്നിട്ട് കുറച്ചായി. അപ്പോൾ ഓളെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിനി. അപ്പോൾ ഓളെ ഹസ്ബൻഡ് പോയതാണ് കേട്ടോ. അപ്പം പിന്നെ ഓളെ ഹസ്ബൻഡും പോയി, കാക്ക പോണതിൻ്റെ 2 ദിവസം മുന്നേ കേട്ടോ ഓളെ ഹസ്ബൻഡും പോയത്. അപ്പോൾ എന്നാലും പിന്നെ ഓളിപ്പോൾ ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ട് ഹസ്ബൻഡ് കൂടെ ഒക്കെ വന്നാണ്ട് ഒരു ദിവസം ഒക്കെ വിളിച്ചിന് ഫുഡൊക്കെ കഴിച്ച് പോയതാണ് കേട്ടോ. അങ്ങനെ ചായയുടെയും പത്തിരിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ അടുത്തൊരു ചിക്കൻ സ്റ്റാളുണ്ട്, ഞങ്ങളടുത്ത് തന്നെ ഇപ്പോൾ പുതിയത് തുടങ്ങിയതാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അവിടെ വേണ്ടി ഞാൻ ചിക്കൻ വാങ്ങാൻ പോയതാണ്. മോൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ മുടി കളച്ചിലായതുകൊണ്ട് ഓന് രാവിലെ 7 മണിയാകുമ്പോൾ പോയതാണ്. അപ്പോൾ ഓന് വരാൻ നേരം വൈകുന്നേരം പിന്നെ ഞാൻ തന്നെ പോയി വാങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ്, പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് പോയി വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നപ്പോൾ ഉണ്ട് ഇവിടെ അനിയത്തി. അപ്പോൾ തന്നെ അനിയത്തി എത്തിയിട്ടുണ്ട്, അനിയത്തി മക്കളും. അപ്പോൾ ഓള് കയറാതെ കുട്ടികളോട് ഓരോന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ അങ്ങനെ അകത്തേക്ക് വന്നപ്പം വലിയ അനിയത്തി വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നന്നാക്കുന്നുണ്ട്, ഒക്കെ റെഡിയാക്കി വെക്കാറുണ്ട്, ഉള്ളിയൊക്കെ തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ബിരിയാണിയാണ് വെക്കുന്നത്. ഞാൻ ലഗോണാണ് വാങ്ങിയത്. ലഗോൺ ആവണം, ബിരിയാണിക്ക് രസം ലഗോണാണ്. ഞാൻ അതില്ലെങ്കിൽ ഇത് വാങ്ങലുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൊരിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ മനുവിനടുക്കൊരു പൊരിച്ച് വെക്കുന്നതിനൊക്കെ ഇഷ്ടം, അങ്ങനെയൊക്കെ ആകുമ്പോൾ വാങ്ങും. അല്ലെങ്കിൽ ഇതേമാതിരി തന്നെ ഇനി കുട്ടികൾക്ക് പൊരിച്ചതിനൊക്കെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ അങ്ങനെ വെച്ചാൽ ബിരിയാണി ആയി പൊരിച്ചതും ആയല്ലോ, അങ്ങനെയൊക്കെ വാങ്ങലുണ്ട്. എന്നാലും ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ ഞാൻ നല്ല കുഴച്ച് അതിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ഇട്ടുകൊണ്ട് നല്ല കുഴച്ച് ഞാൻ അടുപ്പിലാട്ടോ വെക്കുന്നത്. വേവിക്കാനല്ലോ, മറ്റേ ചിക്കൻ്റെ മാരിലൊന്ന് വേവണമല്ലോ. പിന്നെ കുറേ നേരം കുഴച്ച് വെക്കാനുള്ള ടൈമില്ല. അങ്ങനെ കുറച്ച് നേരം കുഴച്ച് വെച്ചാൽ നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ അങ്ങനെ ഒന്ന് വേവിക്കണം. അപ്പം നേരമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അടുപ്പിലൊക്കെ കത്തിച്ചാൽ അതൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനത്തതൊക്കെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. പിന്നെ ബീഫ് വരട്ടലായാലും ബിരിയാണിയൊക്കെ അടുപ്പിൽ വെക്കുമ്പോഴാണ് എനിക്കിഷ്ടം. അത് പിന്നെ വെന്തിങ്ങനെ ആവുന്നതാണ്, അതിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ തിളപ്പിച്ച് ഊറ്റിയിരുന്നു, മുഴുവനൊന്നും കാണിച്ചില്ല. അങ്ങനെ ഊറ്റി ഞാൻ അതിൻ്റെ മുകളിൽ ഉള്ളി പൊരിച്ചതും അണ്ടി മുന്തിരിൻ്റെ ഒക്കെ ഇടട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലെയറാക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിന്. അത് പിന്നെ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇനി. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് പിന്നെ അത് ഞാൻ ദമ്മിട്ട് വെച്ചിട്ടോ. അപ്പോൾ ചെറിയ അനിയത്തിയും പിന്നെ ഓളും ചെറിയ മക്കളാണ് കേട്ടോ. മോളും ചെറിയ മോനും കൂടെ വന്നത്. ചെറിയ മോന് 5 വയസ്സ്, മോൾക്ക് 9 വയസ്സ്. അപ്പോൾ ഒരു 2 വന്ന്. പിന്നെ ഷിനു എന്ന് പറഞ്ഞ മോനുണ്ട്, രണ്ടാമത്തെ ആൾ. ഓന് ട്യൂഷന് പോയതാണ്. ഓന് 9ാം ക്ലാസ്സിലാണ്. ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നേരെ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് ബൈക്കുമ്മൽ വന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ ഞാൻ ചോറൊക്കെ പിന്നെ ഇതാക്കി ദമ്മൊക്കെ ഇട്ടിട്ടോ. പിന്നെ നമ്മളെല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ചോറ് വെച്ചിട്ടോ. ചോറ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ചോറൊക്കെ തിന്നതിന് ശേഷം പിന്നെ വലിയ അനിയത്തി പോയിട്ടോ. വലിയ അനിയത്തിക്ക് മോന്
എനിക്ക് 4 മണിക്ക് ദഫുണ്ട്, പിന്നെ ദഫ് പഠിപ്പിക്കുന്നുണ്ട് ഓന്. അപ്പോൾ കുട്ടികളെ മദർസ് കുട്ടികളെ നബിദിനൊക്കെ ആയല്ലോ. അപ്പോൾ ഓനക്ക് 4 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞപ്പം പിന്നെ ഓള് പിന്നെ ഓൻ്റെ കൂടെ വേഗം പോയി പെട്ടെന്ന്. പിന്നെ ഉള്ളതൊന്നും എടുക്കാൻ കഴിയില്ല. നമ്മൾ ചോറിന് കഴിയുമ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിക്കണ്. പിന്നെ ഞങ്ങൾക്ക് അടുത്തൊരു മരമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി എന്നപ്പോൾ തന്നെ ഓല് പോയിട്ടുണ്ട്. പിന്നെ വലിയ ചെറിയ അനിയത്തിതാ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അങ്ങനെ ഓൾ പിന്നെ കുറച്ചൊക്കെ നിന്ന് മോളൊക്കെ ഉറങ്ങി. എൻ്റെ വീട്ടിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷം ഒന്ന് പോയൊക്കെ വന്നതിൻ്റെ ശേഷം ഓൾ പോകാൻ നിൽക്കണം. ഷാദിട്ടാ പോവുകയാണെന്ന് മാമി. ഒരു വീട്ടിക്ക് അടുത്ത ആഴ്ച നമുക്ക് പോകാം, അടുത്ത ശനിയാഴ്ച ട്ടാ. നാളെ അതിനടുത്ത സ്കൂൾ. ആരാണിത്? ഡ്രൈവർ ബൾബറോ? ഇതാണ് ഡ്രൈവർ ബൾബർ. ഇതിലേക്ക് അങ്ങനെ അതാ ഓള് പോവാൻ കേട്ടോ. പിന്നെ ഓൾ വീട് വന്ന ഒരു 5-8 മിനിറ്റ് ഓൾ പിന്നെ ബൈക്കുമേൽ ആണ് വന്നതും പോയതൊക്കെ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാണ് ഓളും പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.